അപ്പം നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ 2 വീലർ റെൻറ്റിനെടുത്തത്. ഇതിൻ്റെ പേരെന്താ? സ്കൂപ്പിയോ? ഈ വണ്ടിയുടെ പേരാണ് സ്കൂപ്പി, ഹോണ്ട സ്കൂപ്പി. അത് വെച്ച് നമ്മളിപ്പം പൊട്ടറ്റോ ബീച്ച് ക്ലബിലാണ് പോകുന്നത്. പോയിട്ട് അവിടെ എന്തെടുത്തത് കാണാവേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടറ്റോ ഹെഡ് ക്ലബിലോട്ട് എത്തിയിട്ടുണ്ട്. അതെ, പാർക്കിംഗ് മനസ്സിലായാലും ഇവിടെ എത്തിയല്ലോ, സ്ഥലം കണ്ടുപിടിച്ചില്ല നമ്മൾ. ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് നല്ലതാന്ന്. എനിക്ക് എന്തിനാന്ന് അറിഞ്ഞൂടാ. ഇവിടെ എല്ലാവരും സൺസെറ്റ് കാണാനാണ് വരുന്നത്. നമുക്ക് പോയി നോക്കാമല്ലോ. ഓരോ ദിവസം ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റും. എല്ലാവരും വരുന്നുണ്ട്, അപ്പം പിന്നെ കൊള്ളായിരിക്കുന്നു തോന്നുന്നു. എല്ലാവരും ഇതിനകത്ത് ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ എന്താണെന്നുള്ളത്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇതിങ്ങനെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഇങ്ങനെ വാക്ക് വേ പോലെ അവരിങ്ങനെ നമുക്ക് ക്ലബിലോട്ട് പോകാനുള്ളൊരു എൻട്രൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ നടന്ന് പോവാം. മുടിയൊക്കെ പിന്നിട്ട് ഇതിനാണ് വരുക. പോവാൻ ഗ്ലാസ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് വിഷമത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഉള്ള വ്യൂ കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുത്തെ വല്ല ആചാരമാണോ എന്നും അറിയില്ല. ഇത് ഇങ്ങനൊരു ഗുഹയ്ക്കകത്തോടെ നമ്മൾ കയറിപ്പോവും. അപ്പം ഇവിടെ ഇങ്ങനെ മുള കൊണ്ടിട്ട് ഇങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മണി പോലത്തൊരു സാധനം കണ്ടിട്ടുണ്ട്. കളക്കാനൊക്കെ വേണ്ടിയിട്ട് അതിന് പേര് ഗോങ് എന്നുള്ള സ്ഥലമാണ്. ഇത് കോപ്പിറൈറ്റ് മ്യൂസിക് വരുമല്ലോ ബാക്കിൽ കേട്ടാ. ആ തോന്നുന്നു നീ കോപ്പിറൈറ്റ് ഇതിൻ്റെ അകത്തെന്തോ ഉണ്ടല്ലോ, തിരിച്ചു വരുമ്പോഴായിരിക്കും അല്ലേ. ചപ്പലിൻ്റെ സോളെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് അവരൊരു ആർട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ കളയത്തില്ല ആ സോളൊക്കെ. അവർ പൊല്യൂഷൻ എന്നുള്ള രീതിക്ക് ഇവിടെ കളഞ്ഞിട്ട് വയ്ക്കുന്ന പൊല്യൂഷൻ ആകും. അതെല്ലാം കൂടെ കളഞ്ഞിട്ട് അവർ ഡിസൈൻ രീതിക്ക് ഇവിടുത്തെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം വീഴുന്ന സ്ഥലങ്ങൾ, കുറേ ജനാലകൾ കൊണ്ട് പണിതൊരു ആണോ ഇതൊന്ന് പഴയ സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ടല്ലേ. മോശമായില്ല നമ്മൾ വന്ന സ്ഥലം. കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ ബീച്ച് വ്യൂ.
ഇത് സൺസെറ്റ് വ്യൂവിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ബീച്ച് മെയിൻലി. സമാധാന ബീച്ച് കണ്ടപ്പോൾ മറ്റേ അന്നാപന്ന സിനിമയിൽ കടൽ കാണണമെന്ന് പറയാനാണ്. 24 മണിക്കൂറും കടൽ കണ്ടാലോ പിന്നെയും കടൽ കാണണം. സമാധാനമായ ഞാൻ വരുന്നില്ല ഇല്ല 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 ഇല്ല. ആക്ച്വലി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സെമിനിയാക് വില്ലേജ് ഇവിടെ തന്നെയാണ്. സെമിനിയാക് സ്ക്വയർ അതിൻ്റെ ഷോപ്പിംഗ് അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇതാണ് കേട്ടോ എൻ്റെ ഉള്ളിൽ കുറേ ജ്വല്ലറി ഐറ്റംസും. ഇവിടെയും ക്രോക്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ H&Mൻ്റെ സ്റ്റോപ്പുണ്ട്. ഓപ്റ്റിക് H&M. ഇവിടെ ഇങ്ങനെ ഷോപ്പ് ചെയ്യാനും. ഇവിടെ സൂപ്പർമാനൊക്കെ ഉണ്ടോ? സൂപ്പർമാൻ ഇവിടെ ഇതുപോലെ നേരത്തെ കണ്ടപ്പോഴത്തെ ഒരു കുഞ്ഞു ട്രീ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ശരി കേട്ടോ, മെയിനിൽ എന്താണെന്നറിയില്ല, ചുമ്മാ പോയി നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ രാത്രിയിലത്തെ ഫുഡ് സബ്വേ എന്നാണ്. സബ്വേ നമുക്കറിയാം. ഇല്ല, ഉച്ചത്തെ ഫുഡ് ഭയങ്കര ഉപ്പായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച മീഗോറയും അല്ലായിരുന്നു അവരെനിക്ക് തന്നത്. എനിക്ക് കുറച്ച് ഫിഷിൻ്റെ ടേസ്റ്റൊക്കെ അതിനകത്ത് വന്നു. എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ കഴിക്കുന്നത്. അറിയില്ല. ഇന്നിപ്പം എന്തൊക്കെ ഓർഡർ ചെയ്തു? നമ്മളൊന്ന് ബാർബിക്യൂ ഓർഡർ ചെയ്തു. പിന്നെ നീ എന്താ ഓർഡർ ചെയ്ത്? സ്പൈസി ഇറ്റാലിയൻ, പിന്നെ 2 കോക്കും. ഇവിടെ ഇപ്പം ടൈം 7:30. 7:30 ആയിട്ടുണ്ട്. ഓ, പക്ഷെ നമ്മൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പം ഇനി നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നിനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നൈറ്റ് ക്ലബ്ബിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പോകാൻ പറ്റുമെന്ന് നോക്കാം. എന്നിട്ട് അതെ, നമ്മൾ 3 ദിവസത്തേക്ക് വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. എത്രയായിരുന്നു? ഒരു ദിവസം. ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് കാണിച്ചില്ല. അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ടൊന്ന് അവിടെ പോയിട്ട് കാണിച്ചു തരാം എന്തൊക്കെ നോട്ട്സ് നമ്മുടെ കയ്യിലുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ലക്ഷപ്രഭുക്കളാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് കാശ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ കാണാം.